ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു എഴുത്തുകാരന്റെ മേഘ സന്ദേശം എന്ന് പറയുന്ന ഒരു സാഹിത്യ രചനയുണ്ട്. ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് നിന്ന് ഉത്തരഭാഗത്തേക്ക് പോകുന്ന ഒരു കാർമുകിലിനോട് തന്റെ പ്രണയിനിക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു യക്ഷകന്റെ കഥയാണ് കാളിദാസന്റെ മേഘ സന്ദേശത്തിൽ പറയുന്നത്. ആ കാർമുകിൽ കടന്നു പോകുന്ന വിവിധ ദിക്കുകൾ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ കുറിച്ച്, ഈ രാജ്യത്തിന്റെ സാംസ്കാരികമായ ബഹുസ്വരതയെക്കുറിച്ച് മനോഹരമായി കാളിദാസൻ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് രാജ്യത്ത് ദ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള തത്വമാണ്. നാനാത്വങ്ങൾക്കിടയിലും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഏകതാബോധമാണ്. പല മതങ്ങളും പല ജാതികളും പല ഇസങ്ങളും പല പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ആ വൈവിധ്യങ്ങൾക്കിടയിലും നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യക്കാരനാണെന്ന് പറയുന്ന ബോധമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഏറ്റവും ഒടുവിലായി നടന്ന ഒളിമ്പിക്സ് മത്സരവേദി, ആ ഒളിമ്പിക്സ് മത്സരവേദിയിൽ ഇന്ത്യക്ക് ഗോൾഡൻ മെഡൽ പ്രതീക്ഷ ചെയ്യേണ്ടായിരുന്നത് ജാവലിൻ ത്രോ മത്സരത്തിലായിരുന്നു. ആ ജാവലിൻ ത്രോ മത്സരം നടക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര മത്സരത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ കരുതിയത് ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്ത് ജാവലിൻ ത്രോ മത്സരത്തിൽ നീരജ് ചോപ്ര രണ്ടാമതാവുകയും പാകിസ്ഥാനിൽ നിന്നുള്ള അർഷദ് നദീം എന്ന് പറയുന്ന കായിക താരം ഒന്നാമതെത്തുകയും ചെയ്ത ഒരു സംഭവം നമ്മളൊക്കെ വായിച്ചതാണ്. അർഷദ് നദീം വരുന്നത് പാകിസ്ഥാനിലെ ഒരു കുഗ്രാമത്തിൽ നിന്നാണ്. പട്ടിണിയോട് പടവട്ടിയോട് കുടുംബത്തിൽ നിന്നാണ് അയാൾ കടന്നു വരുന്നത്. സ്വന്തമായി ഒരു ജാവലിൻ വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത അർഷദ് നദീം ആ മത്സരത്തിൽ ഒന്നാമതെത്തിയപ്പോ നീരജ് ചോപ്രയുടെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞ മനോഹരമായ ചില വാക്കുകളുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു, എന്റെ മകൻ രണ്ടാമതായതിൽ എനിക്കൊരു വിഷമവുമില്ല, നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനം കിട്ടിയതിൽ എനിക്കൊരു സങ്കടവുമില്ല, അർഷദ് നദീം ഒന്നാമതാകുമ്പോ എനിക്കേറെ സന്തോഷമാണ്. എന്റെ മകൻ വിജയിച്ചാൽ ഉണ്ടാകുന്ന അതേ സന്തോഷം തന്നെയാണ് അർഷദ് വിജയിക്കുമ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച ആ ചേർത്ത് നിർത്തലിന്റെ മാത്രം മനസ്സിനെയാണ് ഇന്ത്യ എന്ന് പേര് വിളിക്കുന്നത്. നമ്മൾ ആവർത്തിച്ച് കേൾക്കേണ്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഒരു സന്ദേശമുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ രാജ്യത്തെമ്പാടും ആഘോഷവേളയിലായിരുന്നു. എല്ലാവരും ആഘോഷത്തുമുറപ്പിലായിരുന്നു. പക്ഷെ അന്ന് ഗാന്ധിജി എവിടെയുമില്ല. ഒരു ആഘോഷ പരിപാടിയിലും ഗാന്ധിജിയെ കാണാനില്ല. ആളുകൾ ഗാന്ധിജിയുടെ അടുത്ത് വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിനിധികൾ ഗാന്ധിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗാന്ധിജി അങ്ങ് വരണം, അങ്ങില്ലാതെ എന്ത് ആഘോഷ പരിപാടിയാണ് ഈ രാജ്യത്തിനുള്ളത്, അതുകൊണ്ട് അങ്ങ് കടന്നു വരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ മഹാത്മാഗാന്ധി പറഞ്ഞു, എനിക്ക് കഴിയില്ല. ഒരു ആഘോഷത്തിന് വേണ്ടിയുള്ള സാഹചര്യമല്ല ഇന്ത്യയിലുള്ളത്. മതത്തിന്റെ പേരിൽ ആളുകൾ തമ്മിൽ തെല്ലുന്ന വിഭജനാനന്തര ഇന്ത്യയുടെ കാലഘട്ടത്തിൽ അന്ന് ഗാന്ധി ഉണ്ടായിരുന്നത് കൽക്കത്തയിലെ നവകാലിയിലായിരുന്നു. ആ കരിയിലയിൽ കണ്ണുനീർ കോർത്തെടുത്ത് തന്നെ തേടിയെത്തിയ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിനിധിയുടെ കയ്യിലേക്ക് ആ കരിനില കൊടുത്തുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, ഈ കരിയിലയിൽ കോർത്ത കണ്ണുനീരുണ്ടല്ലോ, ഇതാണ് മഹാത്മാഗാന്ധിയുടെ സന്ദേശം. ഓരോ സ്വാതന്ത്ര്യ ദിനം വരുമ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട സന്ദേശം കരിയിലയിൽ കണ്ണുനീർ കോർത്ത ഗാന്ധിയുടെ സന്ദേശമാണ്. എന്താണ് ആ സന്ദേശം? ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ആളുകൾ തമ്മിലടിക്കരുത് എന്നുള്ളതാണ്. ഈ രാജ്യത്ത് വൈവിധ്യങ്ങളുടെ പേര് പറഞ്ഞ് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കുന്നു. ഒരു മോട്ടിവേഷൻ ട്രെയിനർ കുറെ കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് കുറെ ബലൂൺ കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മത്സരം നടത്താൻ പോവുകയാണ്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആരുടെ കയ്യിലാണോ ബലൂൺ അവശേഷിക്കുന്നത് അവർ മത്സരത്തിൽ വിജയിക്കുമെന്ന്. മത്സരം തുടങ്ങി. കുട്ടികൾ പരസ്പരമുള്ള ബലൂണുകൾ പൊട്ടിച്ചപ്പോ അവസാനം ആരുടെ കയ്യിലും ബലൂൺ ബാക്കിയാകാതെ വന്നു. ആ മത്സരം കഴിഞ്ഞപ്പോ ആ ട്രെയിനർ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഒരു നിശ്ചിത സമയം കഴിയുമ്പോ ആരുടെ കയ്യിലാണോ ബലൂൺ ബാക്കിയാകുന്നത് അവർ ജയിക്കുമെന്നാണ്. അവിടെ എല്ലാവർക്കും ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പരസ്പരം ബലൂൺ പൊട്ടിക്കാൻ ആരും പറഞ്ഞില്ല എന്നുള്ളത് പോലെ ഈ കഥ പറഞ്ഞു വെക്കുന്നത് പോലെ നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും ഒക്കെ നമുക്ക് വെച്ചു പുലർത്താം. മറ്റുള്ളവന്റെ വിഷമിപ്പിക്കുമ്പോ അതിനെ ആക്രമിക്കുമ്പോഴാണ് രാജ്യത്ത് തകർച്ചയുണ്ടാകുന്നത് എന്ന വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറ്റവും വലിയ ദേശക്കൂറുള്ള ആളുകളായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് സന്ദേശമായി പകർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാം കൊടുക്കുന്നു. ജയ് ഹിന്ദ്.